MJ അങ്കിൾ, ഇനി നമ്മൾ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ടോപ്പ് സിംഗറിന്റെ സ്വന്തം പാട്ടുകാരിയാണ് വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം ശിവകാമിക്കുട്ടി ഓൺ സ്റ്റേജ്. ഇതാണ് മിന്നുന്ന ശിവകാമി. അതെ, എനിക്കൊരു സ്പെഷ്യൽ കാര്യം പറയാനുണ്ട് കേട്ടോ. ഞാൻ ശിവകാമിക്കുട്ടി ഇന്ന് വരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയെ, നമ്മുടെ വനിതാ ശിശു വികസന വകുപ്പിന്റെ ഒരു പരിപാടിയാ, വർണ്ണച്ചിറകുകൾ എന്ന് പറഞ്ഞിട്ട്. അത് എല്ലാ വർഷവും നടത്തുന്നതാ. അപ്പൊ ഇപ്രാവശ്യം എനിക്കൊരു ഇൻവിറ്റേഷൻ കിട്ടി. അപ്പം ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മുടെ മിനിസ്റ്റർ വീണ മാം ഉണ്ടായിരുന്നു. അപ്പൊ വീണ മാം ഇങ്ങനെ എന്റെ അടുത്ത് ഇങ്ങനെ എന്നെ പറ്റി സംസാരിക്കും. അപ്പൊ എനിക്കതൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ്. എന്റെ എഴുത്തുകൾ ഇഷ്ടമാണ്, ഇന്റർവ്യൂ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് മാം എന്നോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ടോപ്പ് സിംഗറിൽ ഒരാളുടെ വലിയ ഫാൻ ആണെന്ന് പറഞ്ഞു. എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്, പക്ഷെ ഒരാളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെല്ലുമ്പോ മീനൂട്ടി എന്തായാലും പറയണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ ആരാ? അപ്പൊ എന്റെ അടുത്ത് നമ്മുടെ ശിവകാമി കുട്ടിയുടെ പാട്ട് മാം വിടാതെ കേൾക്കും. ഒരു എപ്പിസോഡ് പോലും കളയില്ല. എപ്പോഴും കുഞ്ഞിന്റെ പാട്ട് കേൾക്കാറുണ്ട്. എപ്പോഴും യാത്രയിലാണല്ലോ. അപ്പൊ തിരക്കിന്റെ ഒക്കെ ഇടയ്ക്ക് എപ്പോഴും ശിവകാമി കുട്ടിയുടെ പാട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് കേൾക്കും എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് ഒരു സ്പെഷ്യൽ അന്വേഷണം ഒക്കെ പറഞ്ഞാ വിട്ടിരുന്നേ. എനിക്ക് വീണ മെസ്സേജ് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു, പറഞ്ഞ ഇത്രയധികം ബിസി ആയിരിക്കുന്ന ഒരാള് ഇങ്ങനെ നമ്മുടെ ടോപ്പ് സിംഗർ ശ്രദ്ധിക്കുകയും നമ്മുടെ കുഞ്ഞിനെ ശ്രദ്ധിക്കുകയും കുഞ്ഞിന് അലർജി ഉണ്ടെന്നുള്ള കാര്യം വളരെയധികം ശ്രദ്ധിക്കുകയും അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. അതൊരു വലിയൊരു സ്നേഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അച്ഛനുമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ അച്ഛനെ വിളിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ വീണയ്ക്ക് നമ്മുടെ ടോപ്പ് സിംഗറിന്റെ സ്നേഹം പ്രത്യേകിച്ച് ഈ സമയത്ത് അറിയിക്കുകയാണ്. നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇടപെടൽ, അതിനുള്ള മനസ്സ്, അതൊരു എന്താണ്, നമ്മുടെ മനസ്സിലുള്ള ആദരത്തിന് ആക്കം ഒരുപാട് കൂട്ടുന്ന കാര്യമാണ്. അപ്പോൾ വീണ തീർച്ചയായിട്ടും ടോപ്പ് സിംഗറിൽ വരണം. നമ്മുടെ കുഞ്ഞിന്റെ പാട്ട്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പാട്ട് ലൈവായിട്ട് കേൾക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ടോപ്പ് സിംഗറിൽ എല്ലാവരും. ശിവകാമി കുട്ടിക്ക് ഒരുപാട് ഫാൻസ് ആണ്, ഇഷ്ടം പോലെ. എന്നോട് എത്ര പേരറിയോ പറയാ ശിവകാമി കുട്ടിയുടെ അന്വേഷണം പറയണം, മോൾ ഓരോ സ്റ്റേജിലും വളരെ ഗംഭീരമായിട്ട് പാടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഇനി മിണ്ടില്ല മോളോട്. ഞാൻ പറഞ്ഞ പാട്ട് പാടിയില്ല, പറഞ്ഞില്ല പാടാനായിട്ട്. അതാ പാടാത്തെ, ഇവിടുന്ന് തരുന്നില്ല. അത് നമുക്ക് തരിക്കാം കേട്ടാ. അതെ, ആ പാട്ട് മോള് പാടി എങ്ങനെ ഉണ്ടാവും അറിയോ? അതിഗംഭീരായിരിക്കും. പക്ഷെ ഇന്നെന്തോ ഡിഫറെന്റ് ഒരു സംഭവമായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അത് എനിക്ക് മനസ്സിലായി, കോസ്റ്റ്യൂം കണ്ടപ്പോ മനസ്സിലായി. സെലിബ്രേഷൻ റൗണ്ട് ആണോ? ഏതാണ് പാട്ട്? ഡീറ്റെയിൽസ്. സിനിമ കളിയൂഞ്ഞാൽ, സംഗീതം ഇളയരാജ സാറ്, വർഷം 1997, വരികൾ കൈതപ്രം സാറ്, പാടിയത് ചിത്രം. നന്നായി പാടണേ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ അല്ലേ? അലർജി ഒക്കെ പറഞ്ഞു വെച്ചില്ലേ?
എങ്ങനെ ഇങ്ങനെ പാടുന്നേ ശിവകാമി കുട്ടി? പഠിച്ച് പാടുന്നു. പഠിച്ചാലൊന്നും ഇങ്ങനെ പാടാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ റൗണ്ടിൽ വന്നപ്പോ മോളോട് പറഞ്ഞിരുന്നു വളരെ സ്ലോ സോങ്സ് എല്ലാം സെലക്ട് ചെയ്ത് എപ്പോഴും ഇങ്ങനെ സോബറായി പാടിയിരുന്നു മോളാ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ജോണറിൽ നിൽക്കരുത്, ഡിഫറെന്റ് ജോണേഴ്സിൽ പോകണം, ഫാസ്റ്റ് നമ്പേഴ്സ് ഒക്കെ പാടണം എന്ന് പറഞ്ഞു. അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തിരുന്ന് കോൺട്രാസ്റ്റ് ആയിട്ടൊരു പാട്ട് പാടി. അത് തകർത്തി എന്നുള്ളതാണ്. മറ്റുള്ള എല്ലാ സോങ്സിനെയും നിഷ്പ്രഭമാക്കി ഈ പാട്ട് തകർത്തി മോള്. താങ്ക് യു. ഒരു ഫ്ലോ നമുക്ക് പറയാൻ പറ്റാത്ത വിധത്തില പാടി. ഗംഭീരമായി പാടി മോളെ. ദൈവം അനുഗ്രഹിക്കട്ടെ. തണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ, വണ്ടർഫുൾ, ഇമ്പാക്ട്ഫുൾ, പിന്നെ എന്താണ് എന്തൂസിയാസം, എനർജി അല്ലേ? ഡാൻസ് ഒക്കെ തുടങ്ങി. ഡാൻസ് തുടങ്ങി. എന്താണ് മക്കളെ, എങ്ങോട്ടാണ് ഈ പുറപ്പാട്? നമ്മുടെ കുഞ്ഞിനെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. എന്താ വെച്ചാൽ എപ്പോഴെപ്പോഴും നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ അതിജീവിച്ചാണ് നമ്മുടെ കുഞ്ഞ് ഇവിടെ ഇങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും. ഇത്രയും എന്തൂസിയാസം കണ്ടെത്തുന്നത് അതാണ് മ്യൂസിക്കിലുള്ള ടാലൻറ്റും കുഞ്ഞിന് മ്യൂസിക്കിലോട്ടുള്ള കുഞ്ഞു പോലും അറിയാത്ത ഒരു സമർപ്പണം വരുന്നതും അതുകൊണ്ടാണ്. അത് അങ്കിളിന് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അത് അങ്കിളിൻ്റെ കണ്ണ് നിറയ്ക്കുന്ന സംഭവമാണ്. കുഞ്ഞിനെ പാടി 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 വരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഓരോ നിമിഷത്തിലും. ഞാൻ മാത്രമല്ല, നമ്മൾ 4 പേരും, മീനുകുട്ടിയും രാകേഷും നമ്മുടെ ടീമും ഇത് കാണുന്ന ഓഡിയൻസും എല്ലാവരും ഇത് നിരന്തര പ്രാർത്ഥനയാണ് നമ്മുടെ ശിവകാമി കുട്ടിക്ക്. അതുകൊണ്ടാണ് ശിവകാമി കുട്ടിക്ക് ഈ എനർജിയോടുകൂടി ഇവിടെ ഒന്ന് പാടാൻ പറ്റുന്നത്. അത് വളരെ സബാഷാണ് കേട്ടോ. അതിലുള്ള ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ ആ അക്കുത്തിക്കുത്ത് അത് തൊട്ട് തന്നെ ആ ഒരു ഇമ്പാക്റ്റ് വന്നു. ടേക്ക് ഓഫ്. മോളുടെ ആ ഒരു സെൻസിബിലിറ്റി, അതൊരു ടാലന്റിന്റെ സെൻസിബിലിറ്റിയാണ്. ഇങ്ങനെയാണ് ഇത് പാടേണ്ടത്. മറ്റുള്ള പാട്ടുകൾ പോലെ മെലഡി പാടി പോലല്ല. നേരത്തെ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞില്ലേ, മെലോഡിയസ് ആയിട്ടുള്ള സോങ്സിൽ വളരെ രസകരമായിട്ട്, സെൻസിറ്റീവായിട്ട്, സോഫ്റ്റായിട്ട്, ഭയങ്കര എക്സ്പ്രസീവായിട്ട് പാടിയിരുന്ന പാട്ടുകളിൽ നിന്നും ടോട്ടൽ ഒരു ചേഞ്ച്, റോൾ ഓവർ ആണ് ഈ പാട്ടെന്ന് പറയുന്നത്. അത് സബാഷ്. എനിക്ക് ഒരുപാട് ഇടങ്ങൾ ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. അതിൽ ഒരു വരി, കാറ്റ് കണ്ണീർ തുടയ്ക്കാറുണ്ടോ എന്ന് പാടിയത്. ഇതിനിടയിൽ അങ്ങനെ ഒരു മെലഡിക് എക്സ്പ്രഷൻ കൊണ്ടുവരുന്നുണ്ട്. അവിടെ വരുമ്പോഴത്തേക്കും പാടുന്ന രീതിയുടെ വ്യത്യാസം, അത് വളരെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കൺസീവ് ചെയ്യുന്ന രീതി അല്ലേ? അപ്പൊ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. 2 ദിവസം പറയാനുള്ള കാര്യങ്ങളുണ്ട്. അത്രയും സമയം നമുക്കില്ലല്ലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സാധാരണ ശിവകാമി കുഞ്ഞിന് വരാത്ത കാര്യമാണ്, അതായത് ശ്രുതി അവിടെ ചെറുതായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്ന ഈ ഒരു ജേർണിയിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരുപാട് എനർജി നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും നമ്മളറിയാതെ ചിലപ്പോൾ അത് വന്നു പോകും. അത് കുഞ്ഞിൻ്റെ വലിയൊരു തെറ്റായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ദാറ്റ് ഇസ് ഓൾ, യുവർ ഓണർ. ശിവകാമി കുട്ടി, ഇതെങ്ങനെ ഇങ്ങനെ പാടുന്നേ? പഠിച്ചതുകൊണ്ട് മാത്രം ഇങ്ങനെ പാടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പൊന്നെ. എന്താണ് എന്ന് തിരിച്ചിങ്ങോട്ട് ചോദിക്കാൻ എൻ്റെ അടുത്ത്. അതെ, ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് ചോദിക്കാൻ എൻ്റെ അടുത്ത്. എനിക്കറിയില്ല, എന്നെ കൊണ്ട് എന്തായാലും ഇതുപോലെ പാടാൻ പറ്റില്ല. ശിവകാമി മിടുക്കിയാണ്, എനിക്കൊന്നും പറയാനില്ല പൊന്നെ. ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഒന്നുകൂടെ പല്ലവി പാടിത്തരോ, ജസ്റ്റ് കേക്കാൻ?
പിന്നെ എസ്പെഷ്യലി ഒരു വോയിസിന് ഒരു സ്പെഷ്യൽ പവർ ഉണ്ട് അല്ലേ? ഒരു ത്രോ, ഒരു ബ്രൈറ്റ്നസ് ബ്രൈറ്റ്നസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് ഓരോ പാട്ട് കുഞ്ഞ് കൺസീവ് ചെയ്യുന്ന രീതി വ്യത്യാസമാണ്. അത് അവൾ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ അത് എന്തോ വന്നു പോകുന്നുണ്ട്. അതിപ്പോ ഒരു സെലിബ്രേഷൻ വരുമ്പോഴത്തേക്ക് അവളുടെ വോയിസിൽ സെലിബ്രേഷൻ വന്നു കഴിഞ്ഞു. എനിക്ക് ഒന്നുകൂടെ ദൂരെ ദൂരെ അതൊന്ന് പഠിക്കാം. തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം, വഴിയറിയാതെ വിതുമ്പിയോ മേഘനൊമ്പരം, ഏതു വിമുഖ തലങ്ങളിൽ ജീവിത നൗകയിതേറുമോ, ദൂരെ ദൂരെയായൻ ജീവനില്ലയോ, തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം. ഓ ഞാനിത് പാടാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കുഞ്ഞ് എങ്ങനെയാണ് ഓരോ പാട്ടുകളും കൺസീവ് ചെയ്യുന്നതെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ അക്കുത്തിക്ക് പാടിയ ഒരു രീതിയിലേ അല്ല ഇത് വരുന്നത്, പ്രസന്റ് ചെയ്യുന്നത് ടോട്ടലി ഡിഫറെന്റ്. ആ കോൺസെപ്റ്റ് അതാണ്. അതെനിക്ക് തോന്നുന്നു ആ ട്രാൻസിഷനും അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ട്രാൻസിഷൻ പറ്റുന്നുണ്ടെന്നാണ്. അതെ, അതാണ് ഒരു റിയൽ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാട്ടോ മീനൂട്ടി. അത് ഒരാൾക്ക് തന്നെ ഇത് ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പ്രസന്റ്. ഇപ്പൊ എനിക്കിപ്പോ കൂടുതലായിട്ടും ഒരു ഹാപ്പി പെപ്പി സാധനങ്ങൾ പ്രസന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനൊരു മെലഡി കുറച്ചൊരു സാഡ് സോങ് പാടിയ ആ സാധനത്തിലോട്ടേക്ക് എത്തേയില്ല. സമയം ഷീ ഈസ് ഏബിൾ ടു ഡു ബോത്ത്. ഇൻക്രെഡിബിൾ. ശിവകാമിക്കുട്ടിയുടെ ഇന്നത്തെ ട്രാൻസ്ഫോർമേഷൻ, ആ പാടിയ രീതി, ഡിഫറെന്റ് ആയിട്ടുള്ള പാട്ടുകൾ കൺസീവ് ചെയ്യാനുള്ള ആ കഴിവ്, അതിന് ശിവകാമി ഈസ് അവാർഡഡ് 100 out of 100. പോരട്ടെ ഒരു മധുരമഴ. ശിവകാമിക്കുട്ടിക്ക് ഇതൊരു ഹാബിറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. 100 ചോക്ലേറ്റ് എടുക്കുക. പക്ഷേ ഷീ ഡിസേർവ്സ് ഇറ്റ്. അതാണ് വ്യത്യാസം. ഷീ ഡിസേർവ് ഇറ്റ്. ടാറ്റ, ഓൾ ദി ബെസ്റ്റ്. ബൈ. ടാറ്റ. അപ്പൊ എം ജെ അങ്കിൾ, ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ശിവകാമി കുട്ടിയാണ്. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. ഓക്കെ, വെൽക്കം എം ജെ അങ്കിൾ. ശിവകാമി കുട്ടി, എനിക്ക് എന്തോരം സന്തോഷമാണെന്ന് അറിയാമോ നമ്മുടെ കുഞ്ഞിന് ഇത് കൊടുക്കാനായിട്ട്. പെർഫോമർ ഓഫ് ദി ഡേ, എത്ര പെർഫോമർ ഓഫ് ദി ഡേ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഹാബിറ്റാണ് ഈ 100 വാങ്ങിക്കുക എന്നുള്ളത്. നമ്മുടെ കുഞ്ഞിന് ഒത്തിരി സ്നേഹത്തോടെ ദിവസം പല്ല് തേക്കുക. ഗിഫ്റ്റ് ഹാമ്പർ. താങ്ക് യു എം ജെ അങ്കിൾ. താങ്ക് യു ശിവാമി. ബൈ. മീനുട്ടാ, എന്തോ പല്ല് തേക്കാൻ മറക്കരുത്. അതെ, 2 നേരം ബിഫോർ ബെഡ്. നമ്മുടെ ടോപ്പ് സിംഗറിലെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കാണ്. നമ്മുടെ കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാർക്കും പ്രേക്ഷകർക്കും ഒക്കെ ഇന്നത്തെ എപ്പിസോഡ് ഒത്തിരി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ ഒത്തിരി നല്ല നല്ല പാട്ടുകൾ കേട്ടു, ഒരുപാട് നല്ല പെർഫോമൻസുകളൊക്കെ കണ്ടു. ഇതുപോലെ തന്നെ